ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടാങ്കിൻ്റെ ലേക്ക് നോക്കാനാണ്. പുതിയ ടാങ്ക് വെച്ചതാണ്, എന്നിരുന്നാലും ഇപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നന്നായിട്ട് വെള്ളം ലീക്കായിട്ട് കാണാനുണ്ട്. ഫിറ്റിങ്സിൻ്റെ അടിയിലൂടെയൊന്നും ലീക്ക് കാണുന്നില്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്കിത് ടാങ്കിലെ വെള്ളവും കാര്യങ്ങളും മാറ്റിയതിന് ശേഷമേ നോക്കി പറയാൻ പറ്റുള്ളൂ. ഇവിടുന്ന് മുഴുവൻ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. നൈസ് ഫ്ലോയുടെ ടാങ്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വെച്ചിട്ട് 2 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് 10 വർഷം വാറണ്ടി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ടാങ്കിൻ്റെ വിഷയമാണ് വെച്ചെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് മാറ്റി തരുമെന്ന് അവരെന്നെ വിളിച്ചിട്ട് വേണം നോക്കാൻ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഫിറ്റിങ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എവിടെന്നെങ്കിലും ലീക്ക് വരുന്നുണ്ടോ എന്ന് ആദ്യം അറിയാൻ കഴിയും. അപ്പോൾ അതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ തുടച്ചെടുത്തതിന് ശേഷം ടാങ്കിൻ്റെ ചുറ്റുഭാഗമുള്ള വെള്ളവും തുടയ്ക്കണം. തുടച്ചതിന് ശേഷമാണ് വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ തുടച്ചെടുത്തപ്പോൾ വെള്ളമൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നും ലീക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം മറ്റേ ടാങ്കിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ലേശം വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും തുടച്ചു നോക്കി. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ഈ കാണുന്ന രീതിയിൽ വെള്ളം ടാങ്കിൻ്റെ അടിയിൽ നിന്നുമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കിത് അഴിച്ചു നോക്കി ഇതിന് ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ടാങ്ക് ഒന്ന് അഴിച്ചെടുക്കണം. ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം ടാങ്കിൻ്റെ അടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രശ്നം, എങ്ങനെയാണ് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന വെള്ളം തന്നെയാണ് ഈ പോകണമെന്ന് അറിയാണ്ട് വീണ്ടും ഞങ്ങൾ തുടച്ചു നോക്കി. പക്ഷേ ഇതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും വെള്ളം പഴയ ലെവലിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് സെറ്റാക്കി നോക്കിയാൽ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് അഴിക്കാം. ഇത് അഴിച്ചപ്പോൾ കണ്ടത് ഒരു ലൈന്, കാണുന്ന ഒരു ലൈനായിട്ടുള്ളത് ഒരു പൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു പൊട്ട് വരാനുണ്ടായ കാരണം ഈ ഒരു കല്ലാണ്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് വയ്ക്കുമ്പോൾ തേച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും.